Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's history class we are going to continue from our previous class, the important personalities. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് എന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ തുടർച്ചയാണ്. So, from our today's class, we start with Maulana Abdul Kalam Azad. Maulana Abdul Kalam Azad. He was popularly known as Maulana Azad. He born on November 11, 1888 at Mecca. His real name was Abdul Kalam Ghulam Muhyiddin. His pen name was Azad. In 1923 INC Delhi Special Session, he elected as the youngest INC president. And he was the first education minister in independent India. Muhammad Ali Jinnah called him as the showboy of Congress. He started the weeklies Al-Hilal, Al-Balag and Paygam. His famous works were India Wins Freedom, Tarjuma Al-Quran. He died on 22nd February 1958. His birthday is celebrated as a National Education Day, November 11. He was posthumously honored with the Bharat Ratna in 1992. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നോക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്നത് മൗലാന ആസാദ്. അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്നത് മൗലാന ആസാദ്. അദ്ദേഹത്തിന്റെ ജനനം 1888 നവംബർ 11 മെക്കയില്. അദ്ദേഹത്തിന്റെ ജനനം 1888 നവംബർ 11 മെക്കയില്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് അബ്ദുൽ കലാം ഗുലാം മുഹിയുദ്ദീൻ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ യഥാർത്ഥ നാമമാണ് അബ്ദുൽ കലാം ഗുലാം മുഹിയുദ്ദീൻ. അദ്ദേഹത്തിന്റെ തൂലികാനാമമായിരുന്നു ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ തൂലികാനാമമായിരുന്നു ആസാദ്. 1923 INCയുടെ ഡൽഹി സ്പെഷ്യൽ സെഷനിൽ അദ്ദേഹം INCയുടെ പ്രസിഡന്റായി. ആ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 1923 INCയുടെ ഡൽഹി സ്പെഷ്യൽ സെഷനിൽ അദ്ദേഹം INC പ്രസിഡന്റായി. ആ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഫസ്റ്റ് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ. മുഹമ്മദ് അലി ജിന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചതാണ് ഷോബോയ് ഓഫ് കോൺഗ്രസ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ മുഹമ്മദ് അലി ജിന്ന വിശേഷിപ്പിച്ചതാണ് ഷോബോയ് ഓഫ് കോൺഗ്രസ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആരംഭിച്ച വീക്കിലികളാണ് അൽ ഹിലാല്, അൽ ബലാഗ്, പൈഗാം. അൽ ഹിലാല്, അൽ ബലാഗ്, പൈഗാം. ഈ 3 മാസികകൾ തുടങ്ങിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, തർജുമ അൽ ഖുറാൻ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, തർജുമ അൽ ഖുറാൻ. അദ്ദേഹത്തിന്റെ മരണം 1958 ഫെബ്രുവരി 22. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ മരണം 1958 ഫെബ്രുവരി 22. അദ്ദേഹത്തിന്റെ ജന്മദിനം നാഷണൽ എഡ്യൂക്കേഷൻ ഡേ, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു, നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11
ദേശീയ വിദ്യാഭ്യാസ ദിനം നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. അദ്ദേഹം 1992 മരണാനന്തരം ഭാരതരത്ന നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിന് 1992 മരണാനന്തരം ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഇപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹം പോപ്പുലറായി അറിയപ്പെടുന്നത് മൗലാന ആസാദ് എന്നാണ്. ജനനം 1888 നവംബർ 11 മെക്കയില്. യഥാർത്ഥ നാമം അബ്ദുൽ കലാം ഗുലാം മുഹിയുദ്ദീന്. തൂലികാനാമം ആസാദ്. 1923 INCയുടെ ഡൽഹി സ്പെഷ്യൽ സെഷനില് INCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി. മുഹമ്മദ് അലി ജിന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനെ വിശേഷിപ്പിച്ചത് ഷോബോയ് ഓഫ് കോൺഗ്രസ് എന്നാണ്. അദ്ദേഹം ആരംഭിച്ച വീക്കിലികളാണ് അൽ ഹിലാല്, അൽ ബലാഗ്, പേഗാം. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം, തർജുമ അൽ ഖുറാന്. അദ്ദേഹത്തിന്റെ മരണം 1958 ഫെബ്രുവരി 22. അദ്ദേഹത്തിന്റെ ജന്മദിനം എങ്ങനെ ആചരിക്കുന്നു? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്യം 1992 മരണാനന്തരം ഭാരതരത്നം നൽകി ആദരിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് വിനോബ ഭാവെ. വിനോബ ഭാവെ. He was popularly known as Acharya or the Saint of Paunar and the national teacher of India. He born in 1895 in Maharashtra. His original name was Vinayak Narahari Bhave. He was the spiritual successor of Mahatma Gandhi. Mahatma Gandhi selected Vinoba Bhave as the first person to start individual satyagraha in 1940. He started the Bhudan movement in 1951 at Pochampally, Telangana. He was the one sent by Gandhiji to supervise the Vaikam Satyagraha in 1925. He translated Bhagavad Gita into Marathi. He was the first Indian recipient of Magsaysay Award in 1958. He died on 1982. He was posthumously honored with the Bharat Ratna in 1983. ഇപ്പോൾ അടുത്തത് വിനോബ ഭാവെ. വിനോബ ഭാവെ അദ്ദേഹം അറിയപ്പെടുന്ന പേരുകള് ആചാര്യ, സെയിന്റ് ഓഫ് പൗന്നാർ അല്ലെങ്കിൽ പൗന്നാറിലെ സന്യാസി, നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ ഗുരു. ആചാര്യ, സെയിന്റ് ഓഫ് പൗന്നാർ, നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് വിനോബ ഭാവെ. അദ്ദേഹത്തിന്റെ ജനനം 1895 മഹാരാഷ്ട്രയില്. 1895 മഹാരാഷ്ട്രയില്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരുന്നു വിനായക് നരഹരി ഭാവെ. വിനോബ ഭാവെയുടെ യഥാർത്ഥ പേരായിരുന്നു വിനായക് നരഹരി ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യനായിരുന്നു വിനോബ ഭാവെ. സ്പിരിച്വൽ സക്സസർ ഓഫ് ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിനോബ ഭാവെ. ഗാന്ധിജി 1940 വ്യക്തി സത്യാഗ്രഹം തുടങ്ങാൻ ആദ്യം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് വിനോബ ഭാവെ. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ അത് തുടങ്ങാൻ ആദ്യമായി അദ്ദേഹം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് വിനോബ ഭാവെ. 1940 1951 തെലങ്കാനയിലെ പോച്ചമ്പള്ളിയില് വിനോബ ഭാവെ ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെന്റ് ആരംഭിക്കുന്നു. 1951 തെലങ്കാനയിലെ പോച്ചമ്പള്ളിയിൽ അദ്ദേഹം ഭൂദാൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ മേൽനോട്ടത്തിനായിട്ട് 1925 ഗാന്ധിജി വൈക്കത്തേക്ക് അയച്ച അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് വിനോബ ഭാവെ.
1925 വൈക്കം സത്യാഗ്രഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് ഗാന്ധിജി അയച്ച ശിഷ്യനാണ് വിനോബ ഭാവെ. അദ്ദേഹമാണ് ഭഗവത്ഗീത മറാത്തിയിലേക്ക് വിവർത്തനം ചെയ്തത്. 1958 അദ്ദേഹം മാക്സസെ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി. 1958 അദ്ദേഹം മാക്സസെ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറി. അദ്ദേഹത്തിന്റെ മരണം 1982. വിനോബ ഭാവെയുടെ മരണം 1982. മരണശേഷം മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയത് 1983. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം കിട്ടിയത് 1983. അപ്പോ വിനോബ ഭാവെ അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ ആചാര്യ, സെയിന്റ് ഓഫ് പൌനാർ, നാഷണൽ ടീച്ചർ ഓഫ് ഇന്ത്യ. ജനനം 1895 മഹാരാഷ്ട്രയില്. യഥാർത്ഥ പേര് വിനായക് നരഹരി ഭാവെ. ഗാന്ധിജിയുടെ സ്പിരിച്വൽ സക്സസർ അല്ലെങ്കിൽ ആത്മീയ ശിഷ്യൻ. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത വ്യക്തിയാണ് വിനോബ ഭാവെ. വിനോബ ഭാവെ 1951 തെലങ്കാനയിലെ പോച്ചമ്പള്ളിയില് ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെന്റ് തുടങ്ങുന്നു. 1925 വൈക്കം സത്യാഗ്രഹത്തിന്റെ മേൽനോട്ടത്തിനായിട്ട് ഗാന്ധിജി കേരളത്തിലേക്ക് അയച്ച ശിഷ്യനാണ് വിനോബ ഭാവെ. പിന്നീട് ഭഗവത്ഗീത മറാത്തിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് വിനോബ ഭാവെ. 1958 ആദ്യമായി മാക്സസെ അവാർഡ് കിട്ടുന്ന ഇന്ത്യക്കാരനായ വ്യക്തിയാണ് വിനോബ ഭാവെ. അദ്ദേഹത്തിന്റെ മരണം 1982. മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത് 1983. നെക്സ്റ്റ് വൺ ഈസ് ജയപ്രകാശ് നാരായൺ, JP. He was popularly known as Loga Nayak. He born on 11th October 1902 at Bihar. He was known as the hero of Quit India movement. He raised the slogan Total Revolution. He proposed the idea of Sarvodaya plan. His famous works are Present Diary, Towards Total Revolution and Socialism. He got Magsaysay Award in 1965. He died on 1979 and he posthumously honored with Bharat Ratna in 1999. അടുത്തത് ജയപ്രകാശ് നാരായൺ അല്ലെങ്കിൽ JP. ജയപ്രകാശ് നാരായൺ. അദ്ദേഹം പോപ്പുലറായി അറിയപ്പെടുന്ന പേരാണ് ലോകനായക്. ലോകനായക് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഇന്ത്യൻ നേതാവാണ് ജയപ്രകാശ് നാരായൺ, ലോകനായക്. അദ്ദേഹത്തിന്റെ ജനനം 1902 ഒക്ടോബർ 11 ബീഹാറില്. 1902 ഒക്ടോബർ 11 ബീഹാറില്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായകൻ, ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമാണ് ടോട്ടൽ റവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യമാണ് ടോട്ടൽ റവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം. അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ഐഡിയയാണ് സർവോദയ പ്ലാൻ. അപ്പോൾ സർവോദയ പ്ലാന്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്ലാന്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് പ്രസന്റ് ഡയറി, ടുവേർഡ്സ് ടോട്ടൽ റവല്യൂഷൻ, സോഷ്യലിസം. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് പ്രസന്റ് ഡയറി, ടുവേർഡ്സ് ടോട്ടൽ റവല്യൂഷൻ, സോഷ്യലിസം. അദ്ദേഹത്തിന് 1965 മാക്സസെ അവാർഡ് ലഭിക്കുന്നു. 1965
മാഗ്സസെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. അദ്ദേഹത്തിന്റെ മരണം 1979. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത് 1999. മരണാനന്തരമായിട്ട് ഭാരതരത്ന ലഭിക്കുന്നത് 1999. അപ്പോൾ ജയപ്രകാശ് നാരായൺ അറിയപ്പെടുന്ന പേര് ലോകനായക്. ജനനം 1902 ഒക്ടോബർ 11 ബീഹാറില്. ഹീറോ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നു. ഉയർത്തിയ മുദ്രാവാക്യമാണ് ടോട്ടൽ റവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം. അദ്ദേഹമാണ് സർവോദയ പ്ലാന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് പ്രസന്റ് ഡയറി, ടുവാർഡ്സ് ടോട്ടൽ റവല്യൂഷൻ, സോഷ്യലിസം. 1965 മാഗ്സസെ അവാർഡ് ലഭിക്കുന്നു. 1979 അദ്ദേഹത്തിന്റെ മരണം. 1999 മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിക്കുന്നു. Next one is Sardar Vallabhbhai Patel. He was known as the Iron Man of India, the Man of Steel, or the Indian Bismarck. He born on 31st October 1875 in Gujarat. He was the architect of the fundamental rights. He was the first Home Minister in independent India. He was known as the patron saint of Indian civil service for establishing the All India service. He led the Kheda Satyagraha in 1918. He led the Bardoli Satyagraha in 1928 and hence known as the Bardoli Gandhi. The title Sardar was given by Gandhiji. He was the president of INC Karachi session 1931. In 1931 Karachi session, INC passed the Karachi resolution related to fundamental rights. The integration of states was done over by Patel and VP Menon. The Operation Polo related to annexation of the state of Hyderabad was initiated by Patel. And he died on 15th December 1950. The nation celebrated the birthday of Patel as the Rashtriya Ekata Divas, the National Unity Day, on 31st October. He was posthumously honored with Bharat Ratna in 1991. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അയൺ മാൻ ഓഫ് ഇന്ത്യ, മാൻ ഓഫ് സ്റ്റീല്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെയാണ്. അയൺ മാൻ ഓഫ് ഇന്ത്യ, മാൻ ഓഫ് സ്റ്റീല്, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന്റെ ജനനം 1875 ഒക്ടോബർ 31 ഗുജറാത്തിലാണ്. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലാണ് സർദാർ പട്ടേലിന്റെ ജനനം. ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിർമ്മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ശില്പി, ഫണ്ടമെന്റൽ റൈറ്റിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ, ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഒക്കെ ആയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹമാണ് ഓൾ ഇന്ത്യ സർവീസ് സ്ഥാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നു? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, കാരണം അദ്ദേഹമാണ് ഓൾ ഇന്ത്യ സർവീസ് തുടങ്ങിയത്. അദ്ദേഹമാണ് 1918 ഖേദ സത്യാഗ്രഹം നയിച്ചത്. 1918 ഖേദ സത്യാഗ്രഹം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും സർദാർ പട്ടേലാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അങ്ങനെയാണ് അദ്ദേഹം
ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് സർദാർ എന്ന ടൈറ്റിൽ നൽകിയത് ഗാന്ധിജിയാണ്. സർദാർ പട്ടേലിന് സർദാർ എന്ന ടൈറ്റിൽ നൽകിയത് ഗാന്ധിജിയാണ്. 1931 INCയുടെ കറാച്ചി സെഷന്റെ പ്രസിഡന്റായിരുന്നു സർദാർ പട്ടേൽ. ഈ INCയുടെ കറാച്ചി സെഷനിലാണ് കറാച്ചി റെസല്യൂഷൻ എന്ന റെസല്യൂഷൻ പാസാക്കിയത്. ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കറാച്ചി റെസല്യൂഷൻ INC പാസാക്കിയത് INCയുടെ കറാച്ചി സെഷൻ 1931. 1931 INCയുടെ കറാച്ചി സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ പട്ടേൽ. ഇനി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സർദാർ പട്ടേലും VP മേനോനും. ഹൈദരാബാദ് നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി സർദാർ പട്ടേലാണ്. ഹൈദരാബാദ് സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം നൽകിയത് സർദാർ പട്ടേലാണ്. അദ്ദേഹത്തിന്റെ മരണം 1950 ഡിസംബർ 15. 1950 ഡിസംബർ 15. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രം രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. സർദാർ പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് രാജ്യം ആചരിക്കുന്നു. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ട് ഭാരതരത്ന നൽകിയ വർഷമാണ് 1991. സർദാർ വല്ലഭായ് പട്ടേലിന് മരണാനന്തരമായിട്ട് ഭാരതരത്ന നൽകിയ വർഷമാണ് 1991. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്ന പേരുകൾ അയൺമാൻ ഓഫ് ഇന്ത്യ, മാൻ ഓഫ് സ്റ്റീല്, ഇന്ത്യൻ ബിസ്മാർക്ക്. ജനനം 1875 ഒക്ടോബർ 31 ഗുജറാത്തില്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പിതാവ്, ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആദ്യത്തെ ഹോം മിനിസ്റ്റർ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവെന്നറിയപ്പെടുന്നു. ഓൾ ഇന്ത്യ സർവീസ് ആരംഭിച്ചു. 1918 ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. സർദാർ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജി. 1931 INCയുടെ കറാച്ചി സെഷൻ പ്രസിഡന്റ് അന്ന് കറാച്ചി റെസല്യൂഷൻ പാസാക്കി. സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേല്, VP മേനോന്. ഹൈദരാബാദ് സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്ന ഓപ്പറേഷൻ പോളോയ്ക്ക് നേതൃത്വം നൽകിയത് സർദാർ പട്ടേല്. അദ്ദേഹത്തിന്റെ മരണം 1950 ഡിസംബർ 15. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രം രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. 1991 അദ്ദേഹത്തിന് മരണാനന്തരമായിട്ട് ഭാരതരത്ന ലഭിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സുഭാഷ് ചന്ദ്രബോസ്. Subhash Chandra Bose, popularly known as Netaji. He was born on 3rd January 1897 at Cuttack. His famous slogans were Jai Hind, Delhi Chalo, Give me your blood, I will give you freedom. He was the first one who addressed Gandhiji as the father of the nation. Mahatma Gandhi called Subhash Chandra Bose as the Prince of the Patriots, Netaji. Hitler called Subhash Chandra Bose as the Führer of India or the leader. Rabindranath Tagore called Subhash Chandra Bose as Desh Nayak. His political guru was Chittaranjan Das or C.R. Das. He compared Dandi March to Napoleon's Paris March. He became the INC president first time in the Haripura session in 1938. He became the first elected president of INC by beat Pattabi Siddharamaiah in 1939 Tripuri session. In 1939, he left INC and formed Forward Bloc.
The pseudo-names used by Subhash Chandra Bose were Ziauddin, Orlando Massota. In 1943, he took over the charge of Azad Hind Fauj for the Indian National Army from the Rash Bihari Bose. His famous books were The Indian Struggle and Letter to Emily Schenkel. His autobiography is An Indian Pilgrim. There are reports that he was killed in an air crash over Taipei on August 18, 1945. The commissions related to the plane crash and assumed death of Subhash Chandra Bose were the Mukherjee Commission, Shahnawaz Commission and Khosla Commission. അടുത്തത് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് നേതാജി. സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്ന പേരാണ് നേതാജി. അദ്ദേഹത്തിന്റെ ജനനം 1897 ജനുവരി 3 കട്ടക്കില്. 1897 ജനുവരി 3 കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ജയ് ഹിന്ദ്, ദില്ലി ചലോ, ഗീവ് മീ യുവർ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. ജയ് ഹിന്ദ്, ദില്ലി ചലോ, ഗീവ് മീ യുവർ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം എന്നീ മുദ്രാവാക്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. അദ്ദേഹമാണ് ഗാന്ധിജി ആദ്യമായിട്ട് രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ആദ്യമായിട്ട് ഫാദർ ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്. മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച പേരുകളാണ് പ്രിൻസ് ഓഫ് പാട്രിയറ്റ്സ്, നേതാജി. പ്രിൻസ് ഓഫ് പാട്രിയറ്റ്സ്, നേതാജി എന്നൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. പ്രിൻസ് ഓഫ് പാട്രിയറ്റ്സ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ. നേതാജി എന്നൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ സംബോധന ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ഫ്യൂറർ ഓഫ് ഇന്ത്യ, ലീഡർ എന്നിങ്ങനെ വിളിച്ചത് ഹിറ്റ്ലർ ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ ഫ്യൂറർ ഓഫ് ഇന്ത്യ, ലീഡർ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഹിറ്റ്ലർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതാണ് ദേശനായക്. രവീന്ദ്രനാഥ ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശനായക്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ്. ദണ്ഡി മാർച്ചിനെ നെപ്പോളിയന്റെ പാരീസ് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്ത അല്ലെങ്കിൽ താരതമ്യം ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ദണ്ഡി മാർച്ചിനെ നെപ്പോളിയന്റെ പാരീസ് മാർച്ചുമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. 1938 INCയുടെ ഹരിപുര സമ്മേളനത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് INC പ്രസിഡന്റായി. 1938 INCയുടെ ഹരിപുര സെഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് INC പ്രസിഡന്റായി. തൊട്ടടുത്ത വർഷമായ 1939 INCയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഇലക്ഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി മാറി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം അന്ന് തോൽപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. 1939 ത്രിപുരി സെഷൻ. 1939 INCയുടെ ത്രിപുരി സെഷനിൽ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ വന്ന പ്രസിഡന്റായി മാറി. അദ്ദേഹം അന്ന് തോൽപ്പിച്ച വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. 1939 സുഭാഷ് ചന്ദ്രബോസ് INC വിട്ട് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് INC ഉപേക്ഷിച്ച് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം ഒളിവിൽ കഴിയുമ്പോൾ ഉപയോഗിച്ച കള്ളപ്പേരുകളൊക്കെയാണ് സിയാവുദ്ദീന്, ഒർലാൻഡോ മസോട്ട. അദ്ദേഹം ഒളിവിൽ കഴിയാനും രക്ഷപ്പെടാനും ഉള്ള സമയത്ത് ഉപയോഗിച്ചിരുന്ന കള്ളപ്പേരുകൾ സ്യൂഡോനെയിംസ് ആണ് സിയാവുദ്ദീന്,
ഒർലാൻഡോ മസോട്ട. രണ്ട് പേരുകളാണ്, സിയാവുദ്ദീന്, ഒർലാൻഡോ മസോട്ട. 1943 അദ്ദേഹം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. 1943 റാഷ് ബിഹാരി ബോസിൽ നിന്നും ആസാദ് ഹിന്ദ് ഫൌജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് ഏറ്റെടുത്തു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികളാണ് ദ ഇന്ത്യൻ സ്ട്രഗിള്, ലെറ്റർ ടു എമിലി ഷെൻകേൽ. ദ ഇന്ത്യൻ സ്ട്രഗിള്, ലെറ്റർ ടു എമിലി ഷെൻകേൽ, ഇതൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികള്. അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. 1945 ഓഗസ്റ്റ് 18 തായ്പേയിലുണ്ടായ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്നു. 1945 ഓഗസ്റ്റ് 18 തായ്പേയിൽ വെച്ച് നടന്ന ഒരു വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഈ വിമാനാപകടത്തെപ്പറ്റിയും സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെപ്പറ്റിയും അന്വേഷിക്കാനായി സർക്കാർ പല കാലങ്ങളിലായി നിയോഗിച്ച കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷന്, ഷാനവാസ് കമ്മീഷന്, ഖോസ്ല കമ്മീഷന്. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവും വിമാനാപകടവും അന്വേഷിക്കാനായി സർക്കാർ പല കാലങ്ങളിലായി നിയോഗിച്ച കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷന്, ഷാനവാസ് കമ്മീഷന്, ഖോസ്ല കമ്മീഷന്. നമ്മൾ നോക്കിയത് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത് നേതാജി. അദ്ദേഹത്തിന്റെ ജനനം 1897 ജനുവരി 3 കട്ടക്കില്. അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളാണ് ജയ് ഹിന്ദ്, ദില്ലി ചലോ, ഗീവ് മീ യുവർ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. അദ്ദേഹം ഗാന്ധിജിയെ എങ്ങനെ വിശേഷിപ്പിച്ചു? രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ വിശേഷിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ്. മഹാത്മാഗാന്ധി ഏതൊക്കെ പേരുകളിലാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത്? പ്രിൻസ് ഓഫ് പാട്രിയറ്റ്സ്, നേതാജി. ഹിറ്റ്ലർ സുഭാഷ് ചന്ദ്രബോസിനെ ഏതൊക്കെ പേരിലാണ് വിശേഷിപ്പിച്ചത്? ഫ്യൂറർ ഓഫ് ഇന്ത്യ, ലീഡർ. രവീന്ദ്രനാഥ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ ഏത് പേരിലാണ് വിശേഷിപ്പിച്ചത്? ദേശ് നായക്. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. ദണ്ഡി മാർച്ചിനെ നെപ്പോളിയന്റെ പാരീസ് മാർച്ചുമായിട്ട് താരതമ്യം ചെയ്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ആദ്യമായി INC പ്രസിഡന്റായത് 1938 ഹരിപുര സെഷൻ. അദ്ദേഹം തിരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയായത് 1939 ത്രിപുരി സെഷൻ. അന്ന് അദ്ദേഹം തോൽപ്പിച്ച വ്യക്തി പട്ടാഭി സീതാരാമയ്യ. 1939 INC ഉപേക്ഷിച്ച് അദ്ദേഹം രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഒളിവിൽ കഴിയുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച കള്ളപ്പേരുകളാണ് സിയാവുദ്ദീന്, ഒർലാൻഡോ മസോട്ട. 1943 റാഷ് ബിഹാരി ബോസിൽ നിന്നും ആസാദ് ഹിന്ദ് ഫൌജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ കൃതികളാണ് ദ ഇന്ത്യൻ സ്ട്രഗിള്, ലെറ്റർ ടു എമിലി ഷെൻകേൽ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം. 1945 ഓഗസ്റ്റ് 18 തായ്പേയിൽ ഉണ്ടായ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ തിരോധാനവും വിമാനാപകടവും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളാണ് മുഖർജി കമ്മീഷന്, ഷാനവാസ് കമ്മീഷന്, ഖോസ്ല കമ്മീഷന്. അപ്പൊ അത്രയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ മറ്റു പ്രശസ്തരായിട്ടുള്ള ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസിനെ പറ്റി ചർച്ച ചെയ്യാം. നന്ദി.